പത്തനംതിട്ട ഓമല്ലൂരിലെ വൃദ്ധസദനത്തിൽ 17 വയസ്സുകാരന് ക്രൂരമർദ്ദനമെന്ന് പരാതി. ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസറുടെ നേതൃത്വത്തിൽ സ്ഥാപനത്തിൽ പരിശോധന നടത്തി. പഞ്ചായത്തിന്റെ അനുമതിയില്ലാതെയാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നതെന്നും ഇവിടെ ബാലവേലയും മർദ്ദനവും നടക്കുന്നതായും പഞ്ചായത്ത് അധികൃതരും ആരോപിച്ചു. ഇടുക്കി കട്ടപ്പന അണക്കര സ്വദേശിയായ 17-കാരന്റെ പരാതിയിലാണ് അന്വേഷണം. കട്ടപ്പന പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് പത്തനംതിട്ട പോലീസിന് കൈമാറി. പ്രാഥമിക പരിശോധനയിൽ 17-കാരനെ ബാലവേല ചെയ്യിപ്പിച്ചതായി കണ്ടെത്തി. കോട്ടയം സ്വദേശിയായ മറ്റൊരു 17-കാരനെയും ഇവിടെ നിന്ന് കണ്ടെത്തി. മോഷണക്കുറ്റം ആരോപിച്ച് ക്രൂരമായി മർദ്ദിച്ചു എന്നാണ് പരാതി. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടിയെ വിദ്യാഭ്യാസം നൽകാമെന്ന് പറഞ്ഞാണ് ഇവിടെ എത്തിച്ചത്. എന്നാൽ അധികൃതർ സ്കൂളിൽ അയക്കാൻ തയ്യാറായില്ല. ഇത് ചോദ്യം ചെയ്തതോടെ മോഷണക്കുറ്റം തലയിൽ കെട്ടിവെച്ച് മർദ്ദിക്കുകയായിരുന്നു എന്നാണ് കുട്ടി പരാതിപ്പെട്ടിരിക്കുന്നത്. വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി ബിന്ദു കൃഷ്ണ ചൈൽഡ് വെൽഫെയർ ഓഫീസർക്ക് വിശദ അന്വേഷണത്തിന് നിർദ്ദേശം നൽകി. സ്ഥാപനത്തിൽ ചെന്നീർക്കര, ഓമല്ലൂർ എന്നീ പഞ്ചായത്ത് അധികൃതരും പരിശോധന നടത്തി. സ്ഥാപനത്തിലെ അന്തേവാസികൾക്ക് മർദ്ദനമേൽക്കുന്നതായും പലരുടെയും ശരീരത്തിൽ മർദ്ദനമേറ്റ പാടുകൾ ഉണ്ട് എന്നും പല അന്തേവാസികളുടെയും വസ്തുക്കൾ സ്ഥാപന ഉടമ കൈക്കലാക്കിയതായും ഓമല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ആതിര ആരോപിച്ചു. ഇവിടെ വന്ന് കണ്ടപ്പം എല്ലാവരുടെയും അവസ്ഥ വളരെ ദയനീയമാണ്. അവിടെ കയറി മുകളിലോട്ടൊക്കെ പോയപ്പോഴത്തേന് അവരെ എല്ലാം ക്രൂരമായി പീഡിപ്പിക്കുന്ന അവസ്ഥയാണ് നമ്മൾ കണ്ടത്. കാരണം 1-2 ആളുകളുടെ പുറത്തെല്ലാം ഇടിച്ച് ചതഞ്ഞ പാടുകളാണ് കാണാൻ കഴിഞ്ഞത്. അതുപോലെ ഒരു കുഞ്ഞു നമ്മുടെ വീട്ടിലും പൊടി കുഞ്ഞുങ്ങളുള്ള ആളുകളാണ് നമ്മൾ. പക്ഷെ ആ കുഞ്ഞിനെ ഇവിടെ 2 വയസ്സുള്ളൊരു അതിനെ ഇവിടെ കണ്ണിന്റെ മോൾ ഭാഗത്ത് ഇവിടെ എല്ലാം മുറിഞ്ഞ് അതിന്റെ അമ്മ ഇവിടെ ജോലിക്ക് വന്നത്. അന്നേരം കുഞ്ഞിനെയും കൊണ്ടുവന്നു. പക്ഷെ അവരെയും കൊണ്ട് ഇപ്പൊ അടുക്കള ജോലി ചെയ്യിച്ചിട്ട് പൈസ പോലും കൊടുക്കാത്ത, ആ കുഞ്ഞിന് പാല് പോലും കൊടുക്കാൻ ആ അമ്മയ്ക്ക് ഒരു അനുവാദം ഇല്ലാത്ത ഒരു സാഹചര്യമാണ് ഞങ്ങൾക്കിപ്പം കാണാൻ കഴിഞ്ഞത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ വൃദ്ധസദനത്തിന്റെ മാനേജർ റെജി, ജീവനക്കാരായ സിജോ, ബെന്നി എന്നിവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ശാരീരിക ഉപദ്രവം, ആയുധം ഉപയോഗിച്ച് പരിക്കേൽപ്പിക്കുക, അന്യായമായി തടഞ്ഞുവെക്കുക, ബാലവേല എന്നീ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. അമൃത ന്യൂസ്, പത്തനംതിട്ട.